ഞാനിപ്പോൾ യു എയിലെ അൽറഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടുന്ന് ഞാനിപ്പോൾ പോകുന്നത് ഉമ്മൽക്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടുതലൊരു ആഫ്രിക്കക്കാരുണ്ട്. അദ്ദേഹം പറഞ്ഞ അവിടെ ഒരു അടിപൊളി ബീച്ച് ഉണ്ടെന്ന്. ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ അൽറഫത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, ഒരുപാട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ ഇത്, ഈ അൽറഫ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ കാണുന്ന ഇരുവശങ്ങളിൽ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഈ അൽറഫ എന്ന് പറയുന്നത്. അവിടുന്ന് മാറി ഞങ്ങളിപ്പോൾ അൽറഫയിൽ നിന്ന് മാറി ഇപ്പം ഉമ്മൽക്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനിയും കുറച്ചുകൂടി പോകാണ്ട്, ഒരു ഏതാണ്ട് ഒരു 5-6-7 കിലോമീറ്റർ കൂടി പോകാനുണ്ട് ഈ ഉമ്മൽക്യൂർ എന്ന സ്ഥലത്തേക്ക്. വലത്തെ സൈഡിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ അധികം മരുഭൂമികളാണ് കേട്ടോ. ഇവിടെ പുതിയ പുതിയ കമ്പനികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ അൽറഫയിൽ നിന്ന്. അതായത് ഈ അൽറഫേൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പുതിയ കമ്പനികൾ വരുന്നുണ്ട്. നമ്മുടെ ഈ വേറോസ് പോലത്തെ അങ്ങനത്തെ ഓരോരോ കെട്ടിടങ്ങൾ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അതായത് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അൽറഫ. അതായത് ഇനിയിപ്പോൾ ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഇതുപോലൊന്നും ആയിരിക്കില്ല. അങ്ങനെ അത്രയും രീതിയിലുള്ള വികസനം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഉമ്മൽക്യൂർ ബീച്ചിലെത്തിയിട്ടോ. നിങ്ങൾ കണ്ടോ, ഈ റോഡിൻ്റെ അപ്പുറമൊക്കെ ബീച്ചാണ്, ബീച്ച് സൈഡാണ്. No people. They are paying money. Huh? What do you say? We need money there. Hotel. They are free. ഓക്കെ. അദ്ദേഹം പറയാൻ എന്താ അറിയുമോ, അതായത് ഈ ബീച്ചിൻ്റെ നേരത്തെ കാണിച്ച സൈഡില്ലേ, ആ സൈഡിലൊക്കെ അതായത് അവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ പൈസ കൊടുക്കണം. ഈ ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ പൈസ കൊടുക്കണം. ഇവിടെ ഫ്രീ ആണെന്ന് പറയുന്നത്. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഈ കടൽ ഇത്രയും തെളിഞ്ഞ വെള്ളം ഞാൻ ആദ്യമായിട്ട് കാണാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് പോലും നമുക്കിവിടെ കാണാൻ കഴിയില്ല. അപാര വൃത്തിയാണ് ഇവിടെ. നിങ്ങളിപ്പോൾ കാണുന്നതിന് തന്നെ മനസ്സിലാവും. ഞാൻ നേരത്തെ ആഫ്രിക്കക്കാരെന്ന് പറഞ്ഞ ഇദ്ദേഹമാണ് കേട്ടോ. ഇദ്ദേഹം തൻസാനിയ എന്ന് പറഞ്ഞ കൺട്രിയിലുള്ളതാണ്. തൻസാനിയ ഉണ്ടോ, വെള്ളം അങ്ങനെ തെളിഞ്ഞ വെള്ളം കണ്ടോ. ഇദ്ദേഹത്തിൻ്റെ പേര് മോയിൻ, ഞങ്ങൾ മോയിൻ എന്ന് വിളിക്കുക, മോയിൻ ഹംസ. ഇവിടെ അധികാരം വന്നിട്ടില്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് നിങ്ങൾ കണ്ടപ്പോൾ അധിക പേരൊന്നുമില്ല. കുറച്ച് യൂറോപ്യൻസ് ഉണ്ട്, അധിക പേരൊന്നുമില്ല, കുറച്ച് പേര് മാത്രം. Tourist people have all people naked. Okay. This is there. Okay, we can make videos. Video there. But you need to pay. Okay. Man. That's why they covered, right? I covered there. Okay. You can go there, no problem. It's also good. No need. Maybe those people mind. No. If I took videos. Maybe yeah. But maybe it's not good. No, this beach. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അധികം യൂറോപ്യൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അറിയാലോ, വസ്ത്രം എനിക്കായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. നല്ല അടിപൊളി വെള്ളം കേട്ടോ. ഇന്നത്തോടു കൂടി യു എയിലെ വിസിറ്റിംഗ് കഴിയാട്ടോ കേട്ടോ. ഞാൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകണം. അൽറഫയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കോഴിക്കോടേക്ക്. അപ്പം ഇതായിരിക്കും അവസാനത്തെ യു എയിലെ അവസാനത്തെ വീഡിയോ ഇതായിരിക്കും കേട്ടോ.